السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحابه الفائزين أما بعد. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനമുള്ള സയ്യിദുമാരെ, എന്റെ വന്യരായ ഉസ്താദ്, വേദിയിലിരിക്കുന്ന മറ്റുള്ള പണ്ഡിതന്മാരെ, സദസ്സിൽ സന്നിഹിതരായ സാദാത്യങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദരിമാരെ, SBV ആദൂർ, CA നഗർ, പടിയത്തെടുക്ക എന്നീ ശാഖകളുടെ സംയുക്തമായ ആഭിമുഖ്യത്തിലൂടെ നടത്തപ്പെടുന്ന മഹത്തായ മജ്ലിസുൻ നൂറിൽ വാർഷികമാണ് ഇന്ന് സമാപനം കുറിക്കുന്നത്. സത്യത്തിൽ നിങ്ങളെല്ലാവരും കാതോർത്തിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ അലി ഹുദവി ഉസ്താദിന്റെ മുഖ്യ പ്രഭാഷണത്തെയാണ് എന്നെനിക്കറിയാം. അതിനിടയിൽ ഒരു ആശംസ പ്രഭാഷണത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് ഞാൻ ഉത്തമ ബോധമുള്ളവനാണ്. സത്യത്തിൽ ഇന്നലെ നോട്ടീസിൽ ഒരു പേരിട്ട് ഒരു ആശംസാ പ്രസംഗം എന്ന ഒരു പേരിൽ എന്റെ പേരുണ്ടായിരുന്നു. ഇന്നലെ വരാത്തതിന്റെ ഒരു ഖലാ വീട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. ഒരുപക്ഷെ ഒരു ആശംസാ പ്രസംഗം വിട്ടത് കൊണ്ടായിരിക്കാം അയാൾ വരാത്തത്. അയാൾക്ക് മുഖ്യപ്രഭാഷണം കൊടുത്താലേ അയാൾ വരുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ കൂടി ചില ആൾക്കാർക്ക് വന്നേക്കാം. അത് മാറ്റാൻ കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് വന്നത്. 10 ദിവസങ്ങളിലായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങളും ബർക്കത്തുകളും നിറച്ചതായ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് പോകാനും ഫലസ്തീനിലെയും ഇസ്രായേലിലെയും ഈജിപ്തിന്റെ മണ്ണിലും മന്ദിറങ്ങുന്ന മഹാന്മാരായ പ്രവാചകന്മാരുടെയും സാദാത്യങ്ങളുടെയും സിയാറത്ത് ചെയ്യാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചതുകൊണ്ട് ഇന്നലെയാണ് ആ യാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയത്. അതുകൊണ്ടാണ് ഇന്നലെ വരാൻ വേണ്ടി കഴിയാത്തത്. ഇന്ത്യക്കാരനായ ഒരാള് ഫലസ്തീനിൽ കടന്നിറങ്ങുന്നത് കണ്ടപ്പോ മനസ്സിലേക്ക് വല്ലാത്ത ഒരു അനുഭൂതി തോന്നി. മഹാന്മാരായ അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ കടന്നിറങ്ങുന്ന ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഒരു ഖബർ നിലകൊണ്ടിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ ഹിന്ദി എന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ബ്രിട്ടനിലേക്ക് പോയിട്ട് അവിടെ വട്ടമേശ സമ്മേളനത്തിന്റെ സന്ദർഭത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിനിധിയായി പോയിട്ട് അവിടെയുള്ള പട്ടാളക്കാരുടെ മുമ്പിൽ ഒരു സിംഹഗർജനം പോലെ ഇന്ത്യക്ക് വേണ്ടി ശബ്ദിച്ച മഹാനായിരിക്കുന്ന മുഹമ്മദ് അലി ജൗഹർ അവിടെ വെച്ച് രോഗിയായപ്പോ വസീയത്ത് ചെയ്തു, പത്രേ, ഞാൻ ഈ രോഗത്തിൽ മരിച്ചുപോയാൽ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുപോകരുത്. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരോട്, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് ആദരവ് കാണിക്കുന്ന മഹത്തുക്കളാകുന്ന പ്രവാചകന്മാരുടെ പാദസ്പർശനമേറ്റ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖുദ്സിന്റെ മണ്ണിൽ എന്റെ മയ്യത്തിനെ ഖബറടക്കണമെന്ന് അദ്ദേഹം ചെയ്ത വസിയത്തനുസരിച്ചാണ് ലണ്ടനിൽ നിന്ന് 15 ദിവസത്തിന്റെ ദീർഘമായിരിക്കുന്ന യാത്രയ്ക്ക് ശേഷമാണ് മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ മയ്യത്ത് അവിടെ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് എത്തിയത്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ വിഷയം വിശദീകരിക്കുകയല്ല, ഞാൻ പറഞ്ഞുവെന്ന് മാത്രം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായിരിക്കുന്ന ഇവിടെ വൃക്ഷത്തിന്റെ തണലിൽ ഒരുപാട് കാലമായി നമ്മൾ അധ്വാനിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, സേവനം ചെയ്യുന്നത്. വന്യനായ തങ്ങൾ ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ പ്രവർത്തകന്മാരായ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ആവേശം ഉൾക്കൊള്ളുകയാണ്. ഉസ്താദ് പറഞ്ഞതായിരിക്കുന്ന ഹദീസിൽ ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയി. ഇതുവരെ നമ്മളൊക്കെ പറയാറുണ്ട് അങ്ങനെ തന്നെയാ, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ,
അൻസാറുകളെ സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മളൊക്കെ പറഞ്ഞതും കേട്ടതുമാണെങ്കിൽ ഒന്നരായ തങ്ങൾ ഉസ്താദ് ഇന്ന് പറഞ്ഞത് അൻസാറുകളോടുള്ള സ്നേഹം ഉണ്ടാകേണ്ടത് ഈമാനിൽ നിന്നാണ് എന്നാണ്. ഒരു മനുഷ്യന്റെ ഈമാനിൽ നിന്ന് ഉദിക്കേണ്ടതാണ് അവർക്കുള്ള സ്നേഹം എന്നുള്ളത്. അതിനെ തുലനം ചെയ്തുകൊണ്ട് മഹാനായിരിക്കുന്ന തങ്ങൾ ഉസ്താദ് പറഞ്ഞു, ഒരു മോമിനിന്റെ ഈമാൻ കാമിലാകണമെങ്കിൽ പരിശുദ്ധമായ ദീനെ സംരക്ഷിക്കുന്ന ആ അൻസാറുകളോട് സ്നേഹം വെക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണ വലയമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ മനസ്സിന്റെ അകത്തളത്തിൽ സ്നേഹിക്കുക, ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അസൂയാർഹമായിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി നാടിന്റെ നാനാദിക്കുകൾ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയെ കണ്ടിട്ട് ആ സമസ്തക്കെതിരെ കൊഞ്ഞനം കാട്ടുവാനും സമസ്തയെ വക്രീകരിച്ചുകൊണ്ട് സാധുക്കളാകുന്ന മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ശംസുൽ ഉലമയെ പോലും മോശമായിരിക്കുന്ന രൂപത്തിൽ ചിത്രീകരിച്ച പാവങ്ങളായ സമുദായത്തിന്റെ ഇടയിൽ മോശമായിരിക്കുന്ന വിചാരം ഉണ്ടാക്കാൻ വേണ്ടി പലർ ശ്രമിക്കുകയാണെങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന സമസ്ത എന്ന് പറയുന്നത് അത് പന്തലിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുത ഞാൻ നീട്ടുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചത് ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എടുത്തുന്നുണ്ട് എന്ന് നന്നായിട്ട് അനുഭവിച്ചനാണ് ഞാൻ. അതുകൊണ്ട് മൂപ്പരെ ഇരുത്തി ഞാൻ അലസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മൂപ്പർ പുതിയാപ്പിളയും കൂടി അടുത്ത കല്യാണം കഴിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു സബ്, ഞാനൊരു ജൂതനായിട്ട് വന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ തളർത്താൻ കഴിയില്ലെന്ന് അബ്ദുല്ലാഹി ഇബ്നു സബ് എനിക്കറിയാം. അയാൾ എടുത്ത പണി ഒരു മുസ്ലിമായിട്ട് ചമഞ്ഞു വന്നതാ. സമസ്തയുടെ അല്ലാത്തതായിരിക്കുന്ന ലേബിളിൽ ഇവിടെ വന്നിട്ട് സമസ്തയെ തളർത്താൻ കഴിയില്ലെന്ന് വിചാരിക്കുമ്പോഴാണ് സമസ്തയുടെ പേരിൽ തന്നെ വന്നിട്ട് സമസ്തക്കാരായി ചമഞ്ഞിട്ട് സമസ്തന്റെ ഉള്ളിൽ കൂടിയിട്ട് സമസ്തയെ തുരപ്പുണ്ടാക്കാൻ വേണ്ടി പലരും നോക്കുന്നത്. അതുകൊണ്ടൊന്നും ഈ സമസ്ത ഒരു കോട്ടം പറ്റില്ല. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഇതിനെ നിലനിർത്തുമാറാകട്ടെ. ഈ അബ്ദുല്ലാഹി ഇബ്നു സബ് രണ്ട് അപരാധമായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കെതിരെ ഉന്നയിച്ചത്. ഒന്ന് സ്വജന പക്ഷപാതവും പിന്നൊന്ന് അഴിമതി ആരോപണമായിരുന്നു. അത് ഇവിടെ പ്രസംഗിക്കാൻ ഇപ്പൊ സമയമില്ല. ആ രണ്ട് അപരാധങ്ങൾ പറഞ്ഞിട്ട് അതിന് തെളിവടക്കം കാണിച്ചു കൊടുത്തിട്ടാണ് മഹാനായിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കെതിരെ വലിയ ഒരു സംഘത്തെ അവൻ നടത്തിയെടുത്തിട്ട് അതിലൂടെ നോമ്പുകാരനായിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ നിഷ്ഠൂരമായി ആ കൊലയാളികൾ കൊന്നുകളഞ്ഞത്. നോമ്പുകാരനായിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പിരിഞ്ഞു പോയത്. വീട് വളഞ്ഞിട്ട് ദിവസങ്ങളോളം വീട് ഉപരോധിച്ച് ഒരിറ്റ വെള്ളം പോലും കൊടുക്കാതെ മഹാനായിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനായി നോമ്പ് തുറക്കാൻ ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് തുറക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കുള്ള ഭാര്യ പുറത്തു പോയിട്ട് ശത്രുക്കളോട് ചോദിച്ചത്രേ, ഭർത്താവിന് നോമ്പുണ്ട്, ഒരിറ്റ വെള്ളം എടുക്കാൻ നിങ്ങൾ സമ്മതിക്കുവോ? ആ ചരിത്രം പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിന്റെ നിഗമനം മാത്രം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതേ ഒരു സംസ്കാരമാണ് ഇന്ന് സമസ്തക്കെതിരെ ചില ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത ആരോപണങ്ങൾ മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് ശംസുൽ ഉലമ അങ്ങനെ ചെയ്തു, ശംസുൽ ഉലമ ഇങ്ങനെ ചെയ്തു, ശംസുൽ ഉലമ കുറ്റക്കാരനാണ്, ശംസുൽ ഉലമയാണ് സമസ്തക്ക് പുറത്ത്, നമ്മളൊക്കെയാണ് സമസ്തന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ സിൽസില ഉണ്ടാക്കിയിട്ട് വരക്കൽ തങ്ങൾ മുതൽ ഇന്ന് അവർക്കുള്ളതായിരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പേര് പറഞ്ഞിട്ട് ആൾക്കാരാകെ അങ്കലാപ്പിലായി. ഇതാണോ ശരി, അതാണോ എന്ന് ശരി എന്ന് പറഞ്ഞിട്ട് പാവങ്ങളായ മുസ്ലിം സമുദായത്തെ ഇങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ സമുദായത്തിന് അല്ലാഹുവിലേക്ക് രക്ഷ കിട്ടുമോ എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. തെറ്റിദ്ധാരണകളെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും സലാമത്തിലാക്കുമാറാകട്ടെ. ഒരിറ്റ് വെള്ളം തരുമോ എന്ന് അവിടുത്തെ ഭാര്യ ചോദിച്ചപ്പോ ശത്രുക്കൾ പറഞ്ഞു, വേണമെങ്കിൽ അവിടെ വേസ്റ്റ് വെള്ളം ഉണ്ടായിരുന്നു, എല്ലാ വീടുകളിൽ നിന്നൊക്കെ ഒലിച്ചു പോകുന്ന വേസ്റ്റ് വെള്ളം, ആ വേസ്റ്റ് വെള്ളത്തെ കാണിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ അത് കൊണ്ടുപോയി കൊടുവോ നിന്റെ ഭർത്താവിന്. മഹദി മടങ്ങിപ്പോയി. പാതിരയായപ്പോ നോമ്പ് തുറന്നിട്ടില്ല. പാതിരയായപ്പോ ആ മഹദി അവരില്ല ഇറങ്ങിയപ്പോ മല്ലിന്റെ വീടിന്റെ വാതിൽ തുറന്ന് ഓടിയിട്ട് അങ്ങനെയുള്ള ഏതോ ഒരു വീട്ടിൽ നിന്ന് ഒരിച്ചിരി വെള്ളം വാങ്ങിക്കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോ സുബഹി ബാങ്ക് കൊടുത്തു. സുബഹി ബാങ്ക് കൊടുത്ത ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പോയിട്ട് കൊടുത്ത് വെള്ളം കൊടുത്ത് പറഞ്ഞു, ഇതാ നോമ്പ് തുറക്കൂ, ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, പറ്റൂല, ഞാൻ നോമ്പുകാരനാണ്, സുബഹി ബാങ്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മഹദി അവരോട് പറഞ്ഞത്രേ, അല്ല ഭർത്താവേ, റസൂലുള്ളാഹി ഹറാമാക്കിയതല്ലേ, വസ്സലായിട്ട് ചേർത്ത് കൊണ്ട് നോമ്പ് നോക്കൽ, നോമ്പ് മുറിക്കാതെ പകൽ മുഴുവൻ രാത്രി ചേർത്ത് കൊണ്ട് നോമ്പ് നോക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്രേ, പ്രിയപ്പെട്ടവളെ, ഞാൻ നോമ്പ് മുറിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സഹായം ഇങ്ങനെയാണ്, ഞാൻ നോമ്പ് മുറിച്ചിട്ടുണ്ട്. ഭാര്യ ചോദിച്ചു, എവിടെന്ന്, നിങ്ങൾക്ക് എങ്ങനെ കിട്ടി വെള്ളം?
നോമ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾ മുറിച്ചത്? മഹാനായിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞത്ര, പെണ്ണെ, അവർ എന്റെ വീട് വളഞ്ഞിട്ട് എന്നെ നോമ്പ് തുറക്കാമോ സമ്മതിക്കാതിരുന്നപ്പോ ഞാനും എല്ലാവരും മയക്കത്തിലായി. ആ മയക്കത്തിലായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് വന്ന പെണ്ണെ, പ്രവാചകന്റെ കയ്യിൽ ചെറിയൊരു പാത്രമുണ്ടായിരുന്നു. ആ പാത്രത്തിലെ വെള്ളം എന്റെ കയ്യിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉസ്മാൻ, ഇതുകൊണ്ട് നിങ്ങൾ നോമ്പ് തുറക്കൂ ഉസ്മാൻ, നാളെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നോമ്പ് തുറക്കാം എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ സ്വപ്നത്തിലല്ലോ വന്നത്. അള്ളാന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങൾ അടുത്ത് പോയിട്ട് വെള്ളം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചിട്ട് പറഞ്ഞു, നാളെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നോമ്പ് തുറക്കാം, ഇന്ന് ഇത് നോമ്പ് തുറന്നോളൂ. പിറ്റേ ദിവസം ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഏകദേശം അസറിന്റെ സമയത്തോടടുത്തപ്പോ ഇവർ ആ വീട്ടിന്റെ അകത്തേക്ക് ഇരച്ചു കയറിയിട്ട് മഹാനായിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഖുർആൻ ഓതിയിട്ട് ഫസയകഫീകഹുമുല്ലാഹു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് അവർ അവരുടെ വാള് കൊണ്ട് വെട്ടിയത്. ആ ചോര കൊണ്ട് ചെഞ്ചായമളഞ്ഞ മുസ്ഹഫ് ഇന്നും ഏതോ ഒരു മ്യൂസിയത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കുള്ളതായിരിക്കുന്ന വധത്തിന് പോലും കാരണമായത് അവിടുത്തെ ആ ദീനി പ്രവർത്തനം കൊണ്ട് അസൂയ പൂണ്ട ആളുകളുടെ മനസ്സിന്റെ അകത്ത് വന്ന മോശമായ വിചാരങ്ങളാണ്. അതുപോലെ പരിശുദ്ധ ദീനിന് വേണ്ടി വളരെയേറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ദുനിയാവിന്റെ നാനാദിക്കിലേക്ക് ഈ സമസ്ത വ്യാപിപ്പിക്കുമ്പോ ആ സമസ്തയോട് പൊതുവെ ചില ആളുകൾക്ക് ഇന്ന് അസൂയ തുടങ്ങിയിട്ടുണ്ട്. അസൂയപ്പെട്ടിട്ടുണ്ട് കാര്യമില്ല. മരണം വരെ ഈ സമസ്തയുടെ പിറകിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഒരു സമസ്തക്കാരനായി അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ ഖാദിമായി മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കൾ മരിച്ചതുപോലെ പരിശുദ്ധ കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാനുള്ളതായിരിക്കുന്ന സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി ഞാനും എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സഹോദരങ്ങളും നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തുക. നാഥനായ റബ്ബ് നമുക്ക് തുണക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് സർവ്വവിധ ആശംസകൾ നേർന്നുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.